ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു CS റാങ്ക് സ്റ്റാർട്ടാക്കി കളിക്കാൻ പോവാണ്. നമ്മളാണ് M500 ഒക്കെ എടുത്ത് കഴിഞ്ഞ കളിയൊക്കെ പോലെ തന്നെ കഴിഞ്ഞ CS ഗെയിം പ്ലേ പോലെ തന്നെ വൺ ടാപ്പൊക്കെ അടിക്കാൻ വേണ്ടി നോക്കി. ഓൻ്റെ മുന്നിലേക്ക് ചാടാൻ നോക്കി. അങ്ങനെ ഓൻ്റെ മുന്നിലേക്ക് പോണീൻ്റെ ഇടയ്ക്ക് ഓനെ കാണുന്നില്ലായിരുന്നു. ആ വീടിൻ്റെ സിമെൻറ്റ് വീടിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ഒരുത്തങ്ങനെ അടിക്കാൻ നോക്കണേ. ഓൻ തപ്പിയാണ് പോകണം. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ലാഗും നോക്കിയപ്പോൾ അത് ഓനില്ലായിരുന്നു. കൈസ് ഓണിനി തലക്ക് എയിം ചെയ്യാൻ പോലും ഓള് സമ്മതിച്ചില്ല. ലാഗ് കാരണം തോന്നുന്നുണ്ട്. ഭാഗ്യത്തിന് നമ്മൾ വൺ ടാപ്പ് അടിച്ചോളാം. അങ്ങനെ വൺ ടാപ്പ് അടിച്ച് ഇറക്കിയിട്ട് പിന്നെ ശരിക്കും കിടത്തിയുണ്ട്, ബോധം കിടത്തി അതിനെ കൊന്ന്. അങ്ങനെ ഒരു കില്ല് നമുക്കിവിടെ കംപ്ലീറ്റ്ലി ഫിനിഷ്ഡ് ആയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയില്ല. അങ്ങനെ നമ്മൾ ഓടുന്ന ക്യാരക്ടർ ഇട്ടിട്ട് സ്പീഡിൽ പോയിട്ട് അടുത്ത എനിമിനെ അടിക്കാൻ നോക്കി. ഒറ്റ അടി പോലും വൺ ടാപ്പ് കയറുന്നില്ല. അങ്ങനെ ഓൻ്റെ അടുത്തും ഈ M500 തന്നെ ഇരുന്ന് ഒപ്പെടുത്താന്ന് തോന്നുന്നു. STP മൊത്തം കുറഞ്ഞ് ലാസ്റ്റ് അവനെ കുത്തി പിടിച്ച എന്തൊക്കെ ബേജാറായി. ലാസ്റ്റ് അവനെ അടിച്ചിട്ട് എന്തൊക്കെ പെത്തപ്പാടായിക്കണേ. എന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ലാസ്റ്റ് എങ്ങനെയൊക്കെ കുത്തി പിടിച്ച് അവനങ്ങ് അടിച്ചിട്ട് നമ്മൾ ഈ റൗണ്ടിൽ MVP. ഈ റൗണ്ട് MVP നമ്മളെ പേരിങ്ങനെ എഴുതി കാണിക്കുമ്പോൾ ഔറ. അങ്ങനെ ഈ റൗണ്ട് സെക്കൻഡ് റൗണ്ട് നമ്മൾ കഴിഞ്ഞ മാച്ചിൽ മൊത്തം വൺ ടാപ്പ് ആയിരുന്നല്ലോ. ഏത് നമ്മൾ ഈ മാച്ചിലാണെങ്കിൽ M8 ആണ് കൈസ് എടുത്ത്. M8 എടുത്ത് പിന്നെ അറിയാലോ പവറാണ് കൈസ്. മൊത്തം ഫുൾ പവർ എന്ന് പറഞ്ഞാൽ മൊത്തം പവർ എന്ന് പറഞ്ഞാൽ അതന്നെ ഫുൾ പവർ. ഞാൻ ഈ ഏമ കറക്റ്റാക്കി ഇങ്ങനെ 100 വെച്ച് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എനിക്കെന്തോ ഗുണം എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഇതാണ് കൈസ് ഇതിൻ്റെ സെൻസി. ആ ബ്രസീലിയൻ സെൻസിയാണ് കൈസ്. ഇതൊക്കെ നല്ല കേരളീയൻ സെൻസിയാണ് കൈസ്. ഇത് നിങ്ങൾ ഒന്ന് യൂസ് ചെയ്ത് നോക്കി കൈസ്. പിന്നെ അടിക്കുന്ന അടി മൊത്തം പാളും കൈസ്. അത്രയ്ക്ക് കിട്ടില്ല സെൻസിയാണ്. നിങ്ങളെ കളിയൊക്കെ മൊത്തം റാങ്കൊക്കെ മൈനസാക്കി കയ്യിൽ വെച്ചാണ്. അത് സെൻസിയാണ് കൈസ് ഇൻ്റെത്. അതിൻ്റെ പ്രൂഫ് ഞാൻ അപ്പം കാണിച്ചാൽ ഞാൻ അവിടെ കയറി പോകുമ്പോൾ എനിമി വന്ന് ഓനെ വൺ ടാപ്പ് അടിച്ചാൽ നോക്കി ഞാൻ മൂഞ്ചി. അതാണ് ഇവിടെ ഉണ്ടായത്. അങ്ങനെ ആ റൗണ്ട് നമ്മൾ മൂഞ്ച സ്ഥിതിക്ക് നമ്മൾ അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. M8 കൊണ്ട് മൂഞ്ചുകൊണ്ട് ഞാൻ XM8 ആണ് എടുത്തിരിക്കുന്നത്. നീ ഇത് വെച്ച് മൂഞ്ചാതിരുന്നാൽ മതിയായിരുന്നു പറഞ്ഞ് ഈ റൗണ്ട് അങ്ങോട്ട് സ്റ്റാർട്ടാക്കേണ്ട ആവശ്യമില്ല. തെന്നാലെ സ്റ്റാർട്ടായി. നമ്മൾ കുത്തി പോയി നടന്ന് എന്താ പറയുക എനിമിനെ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. വിരുന്നുകാരനല്ലല്ലോ, എനിമിയാണല്ലോ, അടിച്ചിടണല്ലോ എന്നൊക്കെ പറഞ്ഞ് പോയി നോക്കുമ്പോൾ ഈ സൈഡിലൂടെ സാധാരണ എനിമി വരേണ്ടതാണ് കൈസ്. പക്ഷേ ഈ സൈഡിലൂടെ ഇപ്പം എനിമി വരുന്നില്ല. എന്താ അറിയില്ല, എൻ്റെ സമയം തീരെ ശരിയില്ല. അങ്ങനെ ഞാൻ അവന്മാരുടെ സ്ഥലത്ത് കയറി കൈസ്. അവന്മാരുടെ സ്ഥലത്ത് മേലെ കയറി കൈസ്. ഈ ഇതിലാണെങ്കിൽ കൈസ് ഞാൻ കഴിഞ്ഞ റൗണ്ടിൽ 2 കില്ലാണ് എടുത്തത്, അതായത് ഫസ്റ്റ് റൗണ്ടിൽ. ഇപ്പം ഞാൻ ഓനെ നോക്കിട്ടു. പിന്നെ ഓനെ ആരും അവിടെ റിവൈവ് ചെയ്യാൻ വരാൻ പോകുന്നില്ല. മറ്റോനാണെങ്കിൽ ഇവിടെ കുമ്മിയും ചെയ്ത് കയറിയാൽ ഇതിനെ അസിസ്റ്റ് എന്ന് പറഞ്ഞു. ഇതെന്താ ഫുട്ബോളോ അസിസ്റ്റ് ഉണ്ടാക്കാൻ? അസിസ്റ്റ് എന്നുള്ള പേരിലിട്ട് നിങ്ങൾ കുമ്മനടിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഈ റൗണ്ടിൽ ഇനി ഒരു എനിമിയും കൂടി ബാക്കിയുള്ളൂ. അങ്ങനെ ഓനടിക്കാനുള്ള പ്രയത്നത്തിനൊടുവിൽ നമ്മൾ ഈ റൗണ്ട് തീർക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞ് ഓനെ തപ്പി ഞാൻ ഈ വണ്ടീൻ്റെ സൈഡിൽ കൂടെ ഒക്കെ വരുമ്പോഴത്തേന് ഓനെ ടീമേറ്റ് അടിച്ച് കൊന്ന്. ഞാൻ കില്ല് നോക്കുമ്പോൾ ഇതേ 2 തന്നെ. അതെങ്ങനെ ഗൈസ്? ഞാൻ നേരത്തെ എടുത്ത മറ്റേ കില്ല് എവിടെയെന്നൊക്കെ പോയി നോക്കുമ്പോൾ അപ്പം ഞാൻ നേരത്തെ എടുത്ത നോക്ക് വെറുതായി പോയാ. അപ്പം നേരത്തെ ഞാൻ എന്തിനാ അപ്പോൾ നോക്കെടുത്തതെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നത്. അപ്പം നേരത്തെ നോക്കെടുത്തത് വെറുതായില്ലേ? അതൊന്നുമില്ലാട്ടെ. നമുക്ക് XM8 മാറ്റി കളിക്കാം. അത് കഴിഞ്ഞ് അവിടെ മാക്ടൺ കിടക്കുന്നുണ്ട്, അതെടുക്കണ്ടേ. നമുക്ക് ഷോർട്ട് ഗൺ തന്നെ മതി. M8 ഉണ്ടെങ്കിൽ മൊത്തം പവറാണ്. ഞാൻ M8 പിന്നെ ആമോ കറക്റ്റാക്കണം. ഇനി ഇതിൽ ആമോ കറക്റ്റാക്കണം. അപ്പോൾ ഇതിൽ ഞാൻ കറക്റ്റ് ഇങ്ങനെ 220 അതിങ്ങനെ ആക്കണം. അപ്പോൾ ആമോ കുറക്കണം. അങ്ങനെ കുറച്ച് 2 എമൗണ്ട് കുറക്കണ്ടി. ഇപ്പോൾ കൂടിപ്പോയോ എന്ന് നോക്കുമ്പോൾ അല്ല, കൂടിയിട്ടില്ല. കറക്റ്റ് 200. അങ്ങനെ കഴിഞ്ഞ റൗണ്ടിൽ എന്താ പറയുക നമുക്ക് കില്ല് കിട്ടില്ലല്ലോ. അപ്പോൾ ഈ റൗണ്ടിൽ അതിൻ്റെ റിവെഞ്ച് എടുക്കണം. അപ്പോൾ അതിനാണ് ഈ പോണത്. നോക്കുമ്പോഴേക്കും അപ്പുറത്താണ് ഈ ഫയർ ചെയ്യുന്ന സൗണ്ട് കേട്ട് അവിടെ പോയി നോക്കുമ്പോൾ നമ്മളെ ചെക്കനാരോ അടിച്ച് വീഴ്ത്തി. ഓനെ നമ്മളടിച്ച് വീഴ്ത്തി. അങ്ങനെ ഞാനിപ്പോൾ കില്ലെങ്ങാനും പോകണ്ട വിചാരിച്ചിട്ട് കില്ല് ഫിനിഷാക്കി. ഓൻ്റെ കില്ല് കംപ്ലീറ്റ് ആയി. എനിക്കൊരു തേങ്ങയും കിട്ടിയില്ല. അങ്ങനെ നോക്കുമ്പോഴാണ് ഈ ദൂരത്തിന് വരുന്ന ഹെഡ് ഷോട്ട് അടിച്ച് 2 ഒപ്പാണ് തീർത്ത്. ട്രിപ്പിൾ ടേക്ക് ഡൗൺ ഈ ഒരൊറ്റ റൗണ്ടിൽ നമ്മളെ പേര് പിന്നെ എഴുതി കാണിച്ച് ഔറാണ്ട് കൂടി. അങ്ങനെ അടുത്ത റൗണ്ട് കണ്ട് കടന്ന് ഇതാണ് കഴിച്ച് നമ്മൾ ലാസ്റ്റ് റൗണ്ട് ഈ കളിയും കൂടി എടുത്താൽ പിന്നെ നമ്മൾ കളി ബൂലടിച്ച് റാങ്കൊക്കെ പ്ലസ്സായി. ഗരേന അവിടെ കമ്പനിയിൽ നിന്ന് കൈയടിക്കും. അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഞാൻ നോക്കുമ്പോൾ M8 നേരത്തെ വരെ 100 ബുള്ളറ്റ് ഉണ്ടായിരുന്നു കഴിച്ച്. ഇപ്പോൾ 50 ബുള്ളറ്റ് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ സൈഡിൽ കൂടെ എങ്ങനെ പോകാൻ നോക്കുന്നത്. ഈ മാച്ച് എന്തെങ്കിലും തുടങ്ങുമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോഴേക്കും
ലാസ്റ്റ് തുടങ്ങി കഴിച്ച് ആ സമയം തീരുന്ന സമയം ഞാൻ വെറുതെ മണ്ടത്തരം കളിച്ചു. അവിടെ എല്ലാവരും അനങ്ങാൻ നിൽക്കുന്നത് കഴിച്ച് ഞാൻ മാത്രമാണ് ഇങ്ങനെ കുരുത്തക്കേട് കളിച്ചു തീർക്കുന്നത്. അങ്ങനെ ഞാൻ ആരും വരാത്ത ഈ സൈഡിലൂടെ വന്ന് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു ഗെയിം ശരിയില്ല കഴിച്ച്. നമുക്ക് ഇവിടെ നിന്ന് വരണം, ഇവിടെ നിന്ന് വേണം നമുക്ക് അടിക്കാൻ കഴിച്ച്. ഓ ഏത് ലെവല് കഴിച്ച്. അവിടെ ഒരു എനിമി നമ്മളിങ്ങനെ നോക്കിക്കണം കണ്ട് കറക്റ്റ് ഓനെ നോക്കിയിട്ട് ഇനിയിപ്പോൾ ആ ഒരു കില്ല് എങ്ങനെയൊക്കെ ഒന്ന് ഫിനിഷായി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ആലോചിക്കുന്നത്. അപ്പോഴേക്കും നമ്മൾ ടീമേറ്റ് നോക്കിട്ട് ഈ പവർ ഇട്ടൊരു വെച്ചാൽ നമ്മൾ അടിച്ചാൽ വന്ന് ഓനെ അടിക്കണീൻ്റെ ഇടയിൽ നമ്മളെ പവർ ഓണാക്കി നമ്മളെങ്ങനെയൊക്കെ അവിടെ നിന്ന് എസ്കേപ്പ് ആയി. നമുക്കാണെങ്കിൽ കിട്ടിയ ഡാമേജ് രണ്ടും കണക്കൊന്നുമില്ല. ലാസ്റ്റ് നമ്മളോട് വെട്ടിയായി നോക്കായി. പക്ഷെ നമ്മൾ ടീമേറ്റ് വെറുതെ വിടുക, അവനടിച്ച് നോക്കാക്കി നമ്മളെ റിവൈവ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഓൻ ഉളുപ്പില്ലാണ്ട് ഓടിപ്പോയി. പിന്നെ ഞാൻ വിചാരിച്ച് ഇങ്ങോട്ട് വരുന്നത്, അല്ലാതെ ഉളുപ്പില്ലാതെ വീണ്ടും ഓടിപ്പോയി. അങ്ങനെ ഞാൻ വിചാരിച്ച് സ്വയം ആത്മഹത്യ ചെയ്യാന്നൊക്കെ വിചാരിച്ചിങ്ങനെ എന്താ പറയുക സ്വയമാണ് ചത്തുപ്പോത്തിന് നമ്മൾ ടീമേറ്റ് ആണെങ്കിൽ ആ ഒരു മാച്ചിൽ ബൂയ നമുക്ക് സ്വന്തമാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത മാച്ച് ഞങ്ങൾക്ക് കാണിച്ചത് ഗൈസ്. ഇതാണ് അടുത്ത മാച്ച്. ഇത് ഞാൻ ഫസ്റ്റ് റൗണ്ടിൽ മാസം ആണെങ്കിൽ പോയി എനിമയെ നോക്കിയിട്ട് ലാസ്റ്റ് ആ റൗണ്ടാണ്ട് പോയി. നെക്സ്റ്റ് റൗണ്ടിൽ നമ്മൾ ടീമേറ്റ് മാസം കാണിച്ചാണ്ട് ആ റൗണ്ട് കണ്ട് മുമ്പ് 2 റൗണ്ട് ഓലെടുത്ത് 3ാമത്തെ റൗണ്ട് അങ്ങനെ പോയി. ഇനി 4ാമത്തെ റൗണ്ട്. ഇതിൽ നിങ്ങളൊരു മാസ്മരിക പ്രകടനം കാണാൻ പോവാണ് ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് ഒന്നും നോക്കാനില്ല ഗൈസ്. നമ്മളാണെങ്കിൽ കൊത്തിപ്പൊടി ഗണ്ണ് അങ്ങോട്ട് എടുത്തിട്ടുണ്ട്, ഡബിൾ ഫാക്ടർ എടുത്തിട്ടുണ്ട്. തിരിച്ചിട്ടാ മലപ്പുറം, മറിച്ചിട്ടാ തിരുവനന്തപുരം, അത്രയുള്ളൊന്നും പറഞ്ഞ് നമ്മൾ ഡബിൾ ഫാക്ടർ എടുത്ത് ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഇനി ഞാൻ എനിമീസിൻ്റെ അടുത്ത് പറയും ഗൈസ് ഇങ്ങനെ എന്ത് എൻ്റെ അണ്ണാക്കിലെ പിരിവെട്ടിയാ അണ്ണാക്കിലെ പിരിവെട്ടിയാന്ന് ഇത് പറഞ്ഞ മാസമായിട്ട് അങ്ങോട്ട് ഇറങ്ങണം ഗൈസ്. ഈ റൗണ്ടിൽ എനിമീസിനെ എല്ലാവരെയും അടിച്ച് കുത്തി പിടിച്ച് എല്ലാവരെയും അടിച്ചിടാൻ വേണ്ടി നമ്മളെ ക്യാരക്ടർ സ്കില്ലൊക്കെ ഫുള്ളാക്കി നോക്കുമ്പോൾ ഞാൻ ഒരു കാര്യം എടുത്ത് ഗൈസ്. ഇവിടെ നമുക്ക് ലോങ് റേഞ്ച് കണ്ണ ആവശ്യം, നമ്മൾ ഇതെല്ലാം എടുത്തേ. ഇവർ ഞാൻ മനഃപൂർവ്വം ഇങ്ങനെ ചെയ്തതല്ല ഗൈസ്, ഞാൻ എൻ്റെ ലൂട്ട് എടുക്കാൻ വേണ്ടി ചെയ്തതല്ല കേട്ടോ. നിങ്ങളങ്ങനെ വിചാരിക്കില്ലേ, ഞാൻ ലൂട്ട് എടുക്കാൻ വേണ്ടി ചെയ്തതല്ല കേട്ടോ. ഞാൻ ലൂട്ട് എടുത്തിട്ടുമില്ല. അങ്ങനെ ഞാനിപ്പോൾ ഈ വഴിക്ക് പോവാണ് ഗൈസ്. കാരണം അവിടുന്ന് അടിച്ചാൽ ശരിയാവില്ല. അവിടുന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഡയലോഗ് അടിക്ക് വെറുതായി പോവും. എന്താ പറയുക, നമ്മൾ ഈ സൈഡിലൂടെ ഇങ്ങനെ അടിയിലൂടെ വരാൻ നോക്കുമ്പോൾ അവിടെ സോണ് വന്നുകൊണ്ട് നമ്മൾ ഈ ബാക്കിൽ കൂടെ വന്നപ്പോഴേക്കും അവന്മാർ മുന്നിലെത്തി. അപ്പം ഞാൻ അവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നു വിചാരിച്ച്. അങ്ങനെ ഈ ഒരു ഭാഗത്തു കൂടെ ഇങ്ങനെ വന്ന് എന്താ പറയുക സ്പീഡൊക്കെ ബൂസ്റ്റ് ചെയ്യുന്ന സാധനമായിട്ട് ഒരുത്തിനെ കണ്ട് നോക്കിയിട്ട് നമ്മൾ പെട്ടെന്ന് ക്യാരക്ടർ സ്കില്ലൊക്കെ യൂസ് ചെയ്ത് അവിടെ നിന്ന് മാറിയിട്ടോ മാസ സീൻ. അങ്ങനെ നമ്മൾ അവൻ്റെ ടീംമേറ്റിനെ അടിച്ചിട്ട് 2 നോക്കായി മാസം കാണിച്ച് പോകുമ്പോഴേക്കും അപ്പം നമ്മൾ ചത്ത്. ഓക്കെ.